അപ്പോൾ രാധ എന്ന് പറയുന്ന വാക്ക്, അതായത് തുച്ഛമായ മനുഷ്യജന്മങ്ങളാണ് നമ്മളെല്ലാവരും. അങ്ങനെ തുച്ഛമായ മനുഷ്യജന്മമുള്ള നമ്മൾക്ക് രാധ എന്ന് പറയുന്ന നാമം ജപിക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അർഹത പോലും നമുക്ക് തുച്ഛമായ മനുഷ്യജന്മമായ നമ്മൾക്ക് ഇല്ല. കാരണം രാധ എന്ന് പറയുന്ന രാമത്തിലെ രാ എന്ന് പറയുമ്പോൾ രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി. അതിൽ ആ എന്ന് പറയുന്നത് വിരജാ നദിയിൽ നിന്നാണ്. ആ എന്ന് പറയുന്ന അകാരം, രാധാറാണിയുടെ പേരിലെ ആ എന്ന അകാരം വിരജാ നദിയിൽ നിന്ന് വന്നാണ്. എന്താണ് വിരജാ നദി? കുറച്ചു പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഭൗതികമായ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നദീ സങ്കല്പമുണ്ട്. അതാണ് വിരജാ നദി. അപ്പോൾ ഈ വിരജാ നദി താണ്ടിയാലേ, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് ജീവാത്മാക്കൾക്ക് വിരജാ നദി താണ്ടിയാൽ മാത്രമേ ആധ്യാത്മിക ലോകത്തിൽ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ വിരജാ നദി എന്ന് വിരജാ നദിയിൽ